ഡിസംബർ 15 ആഗമനകാലത്തിലെ മൂന്നാമത്തെ ഞായറാഴ്ച. ലൂക്ക 3-ാം അധ്യായം 10 മുതൽ 18 വരെ വാക്യങ്ങൾ. ഇന്ന് ആഗമനകാലത്തിലെ മൂന്നാമത്തെ ഞായറാഴ്ച ആഘോഷിക്കുമ്പോൾ റോസ് നിറമുള്ള മെഴുകുതിരിയാണ് നമ്മൾ ആഡ്വൻ്റ് റീത്തിൽ കത്തിക്കുന്നത്. ഈ ദിവസത്തെ ഗൗഡേറ്റ് സൺഡേ എന്ന് വിളിക്കുന്നു. അതിനർത്ഥം ആനന്ദിക്കുക എന്നാണ്. കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കുന്നുവെന്നും അത് സന്തോഷിക്കേണ്ട കാര്യമാണെന്നും നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ഈ ദിവസം. ആഗമനം കാലം നമുക്ക് പ്രത്യാശയുടെ സമയമാണ്. കാരണം നമ്മെ സഹായിക്കാൻ വരുന്നവൻ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും നാഥനാണ്. പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ നാഥനും എല്ലാറ്റിൻ്റെയും അധിപനുമാണ്. എല്ലാ ആളുകളെയും വിധിക്കാനും ഭൂമിയിൽ നീതി നടപ്പാക്കാനും വരുന്നവനായി സ്നാപയോഹന്നാൻ യേശുവിനെ ഒരു ഭയപ്പെടുത്തുന്ന രീതിയിൽ അവതരിപ്പിക്കുന്നുണ്ട്. എന്നാൽ അതിനേക്കാൾ ഉപരി യേശുവാകുന്ന ഈ അസാധാരണ വ്യക്തി നമ്മെ സഹായിക്കാനാണ് വരുന്നത് എന്ന് ഓർക്കുക. ഇന്ന് സ്നാപയോഹന്നാൻ ഇവിടെ വന്നാൽ എന്തായിരിക്കും അദ്ദേഹം നമ്മോട് പറയുക? ഒരു കാര്യം ഉറപ്പുണ്ട്, സ്നാപയോഹന്നാൻ നമ്മളെ ഒന്ന് ഡിസ്റ്റർബ് ചെയ്യും, ശല്യപ്പെടുത്തും. കാരണം അതാണ് അന്ന് സ്നാപയോഹന്നാൻ ചെയ്തത്. അവൻ പറഞ്ഞത് കേട്ട് ആളുകൾ വിഷമിച്ചു. അദ്ദേഹം ആവേശത്തോടെ പ്രസംഗിക്കുകയും ആളുകളോട് പശ്ചാത്താപിക്കാൻ പറയുകയും ചെയ്തു. കൃത്യമായി എന്ത് ചെയ്യാനാണ് ആളുകളോട് ആവശ്യപ്പെട്ടത്? അവരുടെ പാപങ്ങളെക്കുറിച്ച് അനുതപിക്കാനും അവരുടെ ജീവിത രീതി മാറ്റാനും ദൈവത്തോട് തുറവിയുള്ളവരായിരിക്കാനും അവൻ അവരോട് ആവശ്യപ്പെട്ടു. മതനേതാക്കൾ എങ്ങനെ ജീവിക്കണമെന്ന് അദ്ദേഹം വെല്ലുവിളിച്ചു. കാരണം അവർ ദൈവം മുമ്പാകെ കണക്ക് ബോധിപ്പിക്കേണ്ടതാണ്. അവരുടെ ജീവിതം ഫലം പുറപ്പെടുവിക്കണം. മതപരമായ വസ്ത്രങ്ങൾ ധരിച്ചതുകൊണ്ട് ഒരു വ്യക്തി ദൈവത്തെ പ്രീതിപ്പെടുത്തുന്നു എന്നതിന് യാതൊരു ഉറപ്പുമില്ല. ഞാൻ എങ്ങനെ ജീവിക്കുന്നു എന്നതാണ് പ്രധാനം. ഹെരോദസ് രാജാവ് യോഹന്നാനെ അറസ്റ്റ് ചെയ്തു. കാരണം അദ്ദേഹം ചെയ്ത തെറ്റ്, ധാർമ്മികമായ തെറ്റ്, അതായത് തൻ്റെ സഹോദരൻ്റെ ഭാര്യ വിവാഹം കഴിച്ചതിന് യോഹന്നാൻ അവനെ അപലപിച്ചു. ഹെരോദസ് രാജാവിന് അറിയാമായിരുന്നു യോഹന്നാൻ ഒരു വിശുദ്ധ മനുഷ്യനാണെന്ന്. അവൻ പറയുന്നത് കേൾക്കാൻ ഇഷ്ടപ്പെട്ടു എന്നാണ് സുവിശേഷം പറയുന്നത്. കാരണം ഹെരോദസിന് അറിയാമായിരുന്നു യോഹന്നാൻ പറയുന്നത് ശരിയാണെന്ന്. യോഹന്നാൻ്റെ സന്ദേശം പ്രാഥമികമായി മനസ്സിൻ്റെ മാറ്റത്തിന് അല്ലെങ്കിൽ പശ്ചാത്താപത്തിന്, മെറ്റനോയ, അതുപോലെ തന്നെ ദിശാമാറ്റത്തിനും ആഹ്വാനമാണ്. പ്രായോഗികമായി നമ്മുടെ പാപങ്ങളോർത്ത് പശ്ചാത്തപിക്കാനും ദൈവത്തിലേക്ക് മടങ്ങി വരാനും അവൻ നമ്മോട് പറയുന്നു. കർത്താവിൻ്റെ വരവിനായി തയ്യാറെടുക്കുന്നതിനായി എല്ലാവർക്കുമായി നമുക്കുള്ളത് പങ്കുവയ്ക്കുക, മറ്റുള്ളവരോട് നീതി പുലർത്തുക എന്നിങ്ങനെയുള്ള പ്രത്യേക നിർദ്ദേശങ്ങൾ യോഹന്നാൻ നൽകിയിട്ടുണ്ട്. അല്ലാത്ത പക്ഷം അണയാത്ത തീയിൽ പൊള്ളലേറ്റതിൻ്റെ ഗുരുതരമായ പ്രത്യാഘാതം നാം അഭിമുഖീകരിക്കേണ്ടി വരും. സ്നാപയോഹന്നാൻ്റെ നിർദ്ദേശം നമ്മുടെ ഹൃദയത്തെ കഠിനമാക്കിയില്ലെങ്കിൽ ചെയ്യാൻ പ്രയാസമില്ല. നമ്മുടെ സമയവും കഴിവും സമ്പത്തും ആവശ്യക്കാരുമായി പങ്കിടുന്നത് ഒരു നല്ല തുടക്കമാണ്.
നമ്മുടെ പെരുമാറ്റം കാണുന്ന മറ്റുള്ളവർക്ക് അവർ ചെയ്യുന്നത് എന്ത് അനീതിയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ നല്ലത് ചെയ്യാനുള്ള ധൈര്യവും ഇച്ഛാശക്തിയും നമുക്കുണ്ടാകും. ചുരുക്കി പറഞ്ഞാൽ, നമ്മൾ ചെയ്യാത്ത നല്ല കാര്യങ്ങൾ ചെയ്യാനും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തിന്മകൾ ഒഴിവാക്കാനും യോഹന്നാൻ പറയുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ രക്ഷകനായ യേശുക്രിസ്തുവിനെ കണ്ടുമുട്ടാൻ യഥാർത്ഥത്തിൽ നാം യോഗ്യരായിത്തീരുന്നതിന് അവൻ്റെ വാക്കുകൾ ശ്രവിക്കുകയും നമ്മുടെ തെറ്റായ വഴികൾ മാറ്റുകയും ചെയ്യാൻ ഈ ആഗമനകാലം നമ്മെ അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.